കഴിഞ്ഞ 10 വർഷമായി LDF ഗവൺമെന്റ് പ്രഖ്യാപിച്ച് ചീറ്റിപ്പോയ പദ്ധതികളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കൊന്ന് നോക്കാം. കേരളയിൽ ചീറ്റിപ്പോയോ? ഇപ്പം കേരളത്തിൽ സീപ്ലെയിൻ തട്ടിയിട്ട് അന്തരീക്ഷത്തിൽ കൂടെ നടക്കാൻ മേല. അടുത്തത്, ആപ്പിൾ കമ്പനിയെ പൂട്ടിക്കാൻ കൊക്കോണിക്സ് ലാപ്ടോപ്പ്. ആപ്പിൾ കമ്പനിയെ പൂട്ടിക്കാൻ സത്യത്തിൽ ആപ്പിൾ കമ്പനിയുടെ ഉടമസ്ഥൻ ഇംഗ്ലണ്ട് വഴി അമേരിക്ക വഴി ഇപ്പൊ തെണ്ടി നടക്കുക. അടുത്തത്, എരുമേലി വിമാനത്താവളം. ഇറാഖിലേക്ക് പോകാൻ അമേരിക്ക അയച്ച സ്റ്റെൽത്ത് എന്ന് പറയുന്ന ബോംബർ ഒരു 12 എണ്ണം വന്നിറങ്ങിയത് എരുമേലിയിലാണ്. അടുത്തത്, കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ. ഇപ്പൊ കോഴിക്കോടുകാരും തിരുവനന്തപുരംകാരും ടൗണിൽ ട്രാഫിക് ബ്ലോക്കേ ഇല്ല. അവർ ഈ ലൈറ്റ് മെട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വീശി നടക്കുക. ഇടുക്കിയിലും വയനാട്ടിലും കൂടെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാം ഇടുക്കിക്കാരെല്ലാം കൂളായിട്ട് പണിക്ക് പോകുന്നത്, രാവിലെ ഏലത്തോട്ടത്തിൽ പോകുന്നത് എല്ലാം മെട്രോ ട്രെയിനല്ല. എത്ര വിജയകരമായ പദ്ധതി. ഇനി അടുത്തതുള്ള 80 രൂപയ്ക്ക് കേക്കോഴി. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിലെ മനുഷ്യൻ മുഴുവൻ തിന്നുന്നത് കേക്കോഴിയല്ലേ. 80 രൂപയുടെ കോഴി നടപ്പിലാക്കി. അടുത്തത്, ആലപ്പുഴയെ സ്വിറ്റ്സർലൻഡ് ആക്കും. ആലപ്പുഴയെ സ്വിറ്റ്സർലൻഡും ആക്കി, കിഴക്കമ്പലത്തിനെ സിംഗപ്പൂരും ആക്കി. അതുകൊണ്ട് ഇപ്പൊ എന്നാ വെച്ചാൽ മലയാളികൾക്ക് സ്വിറ്റ്സർലൻഡിലോട്ട് പോണേലും സിംഗപ്പൂരിലോട്ട് പോണേലും വിസ വേണ്ട, ട്രാൻസ്പോർട്ട് ബസ്സേ കയറിയാൽ മതി. ഇനി അംബാനിയെ മുടിപ്പിക്കാൻ വേണ്ടി ഫോൺ കൊണ്ടുവരും. ഇപ്പൊ അംബാനി ബോംബെ തെരുവിൽ കൂടെ തെണ്ടി കിടക്കുക.